ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാട്ടോ അമ്മേൻ്റെ ഷോപ്പ് ഇനോഗ്രേഷൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എഡിറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കേട്ടോ ഇത്രയും ലേറ്റ് ആയിപ്പോയത്. അമ്മേൻ്റെ ഷോപ്പ് എന്താണെന്ന് വെച്ചാൽ യൂണിബിസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാട്ടോ. വീട്ടിൽ തന്നെയാണ് ഷോപ്പ് ഇടുന്നത്. ഇതിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഷോപ്പ് എന്നുള്ളൊരു ഐഡിയയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പോൾ അമ്മേൻ്റെ ഷോപ്പിലേക്ക് എല്ലാവരുടെ അനുഗ്രഹവും എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമ്മേൻ്റെ ഷോപ്പ് ഇനോഗ്രേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇനോഗ്രേഷനൊക്കെ നല്ല രീതിയിൽ നടന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ കുറേ ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്നു. കുറേ പേര് അമ്മൻ്റെ കയ്യിൽ നിന്ന് അന്ന് തന്നെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛൻ്റെ ബാങ്കിലുള്ളവരും പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. അത്രയും തിരക്കിൻ്റെ ഇടയിൽ അമ്മയും അച്ഛനെ വിളിച്ചപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഓടി എത്തിയിട്ടോ. ആൾ കുറച്ച് തിരക്കായിരുന്നു, വേഗം വന്നിട്ട് പോയി. വിഷ്ണേട്ടാ നേരത്തെ ഇവിടെ ഉണ്ടായില്ല കേട്ടോ. ഏട്ടൻ്റെ കല്യാണം നിശ്ചയമായതുകൊണ്ട് ഏട്ടൻ അങ്ങോട്ട് പോയി. പിന്നെ വിഷ്ണേട്ടൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതാ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഏട്ടൻ്റെ വീട്ടിലിതാ ഞങ്ങളെല്ലാവരും ഉമ്മാർത്തിരുന്ന് വർത്താനം പറയായിരുന്നു. വിഷ്ണുവേട്ടൻ അപ്പോൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ കുട്ടിക്ക് നവോദയയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും മിന്നും കൂടിയിട്ട് കുറ്റിപ്പുറം പോയിട്ടുണ്ടായിരുന്നു. ചെക്കനും ഞാനൊക്കെ കൂട്ടും ഉമ്മാർത്ത് കളിക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ ഇതാ ഏട്ടൻ്റെ ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നു. അത് കംപ്ലൈൻ്റ് ആയിട്ട് നേരാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അങ്ങനെ തിരിച്ച് എൻ്റെ വീട്ടിൽ പോകാട്ടോ. ചെക്കനോട് യാത്രയൊക്കെ പറയാം. ഭയങ്കര സങ്കടം ഉണ്ട് പോണേന്. ചെക്കനെ കണ്ടിട്ട് കൊതി തീർന്നില്ല. എന്താ ചെയ്യുക, പോയല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛനോടും അമ്മനോടും ചേച്ചിനോടും ഒക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ മാമീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളിന്ന് പോവല്ലേ, അപ്പോൾ ഒരുമിച്ചിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പിറന്നാളിന് കൂടാനായിട്ട് ഞങ്ങൾ നേരത്തെ പോന്നു കേട്ടോ. അങ്ങനെ ഇതാ രാത്രിയായി. രാത്രി വശാൽ ഒരു 6:45 ആയി. ഞങ്ങളിനി തിരിച്ച് പോവുകയാണ്. ഞങ്ങൾക്ക് 6:50 ട്രെയിന്. അങ്ങനെ അമ്മനോടും മാമിനോടും ചേച്ചിമാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ പോവാം കേട്ടോ. എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിലുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പോകുമ്പോൾ എനിക്ക് സങ്കടം സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. മാമിയൊക്കെ ഇന്ന് പോകണോ നാളെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഏട്ടന് നാളെ വർക്കുള്ളതുകൊണ്ട് ഇന്ന് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഇതാ എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവർക്കും ഉമ്മക്ക് കൊടുത്തിട്ട് ഞാൻ പോവുകയാണ്. കുട്ടിയുടെ ഊർട്ടിക്കോ
അതെടുത്ത് ലേശം എനിക്ക് ഫോൺ വേണ്ടേ? അങ്ങനെ ഞങ്ങൾ ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ അതായിട്ട് ഓടുകയാണ് ഫ്രണ്ടിലേക്ക്. എങ്ങനെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാലും ആ ഒരു സമയത്ത് എങ്ങനെയായാലും നേരെ ഒഴുകും. ഞങ്ങളവിടെ എത്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു കേട്ടോ. എന്താ പറയുക, റിസർവേഷൻ കിട്ടിയില്ല. ലോക്കലിലാണ് കയറുന്നത്. ഞങ്ങൾ ഫ്രണ്ടിലാട്ടോ കയറിയത്. അവിടെയും കുറച്ച് തിരക്ക് കുറയുക വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത്. പക്ഷേ അവിടെ മുടിഞ്ഞ തിരക്കായിരുന്നു കഴിച്ചത്. ഞങ്ങൾ ഇത് നോക്കൂ. പക്ഷെ ഞങ്ങളന്ന് ചെന്നൈക്ക് വന്ന ആ ഒരു തിരക്കില്ല, അതിലും കുറവാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. പിന്നെ പാലക്കാടൊക്കെ എത്തിയേക്ക് ഞങ്ങൾക്ക് ബർത്ത് കിട്ടിയിട്ടോ. വീട്ടിൽ നിന്ന് എല്ലാവരുടെ ഇടയിൽ നിന്നും പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഞാൻ ട്രെയിനിലിരുന്നിട്ട്. അങ്ങനെ അതാ നീണ്ട 12 മണിക്കൂർ യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ തിരിച്ച് ചെന്നൈയിലെത്തിയിട്ടോ. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.